മനുഷ്യന് ഒരച്ഛനും രണ്ടമ്മമാരും. ബയോളജിക്കലാണ് പറയുന്നത് കേട്ടോ. ഒരച്ഛനും രണ്ടമ്മമാരും. ഇതെങ്ങനെ സാധ്യമാവും? ഹായ്, എല്ലാവർക്കും സ്മാർട്ട് ലോഗസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗമാണ് കാണുന്നത്. ആദ്യ ഭാഗം കാണാത്തവര് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ചാനൽ എടുത്ത് കാണുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം. റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിന്റെ ഡെഫിനിഷൻ എന്താണ്? നമുക്ക് എങ്ങനെ റീപ്രൊഡക്ഷനെ ഡിഫൈൻ ചെയ്യാം? NCERT വ്യക്തമായ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. സി, an organism gives rise to young ones similar to itself. ഇപ്പൊ പഠിച്ചില്ലേ? ഓർഗാനിസം gives rise to young ones similar to itself. അല്ലെ? മനുഷ്യൻ റീപ്രൊഡ്യൂസ് ചെയ്തുണ്ടാവുന്ന മനുഷ്യനാണ്, അല്ലെ? അപ്പൊ ഏതൊരു അനിമൽ എടുത്താലും അത് റീപ്രൊഡ്യൂസ് ചെയ്തുണ്ടാവുന്നത് അതിനെ പോലുള്ള മറ്റൊരു അനിമലാണ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. ഇനി there is a cycle of birth, growth and death. സെക്കൻഡ് പോയിന്റ് ക്ലിയർ അല്ലേ? സൈക്കിൾ ഓഫ് ബർത്ത് അല്ലെ, ജനനമുണ്ട്. പിന്നെ ഗ്രോത്ത്, അതിന്റെ വളർച്ച, ഓർഗാനിസം അല്ലെ വളർന്നു വരുന്നു അല്ലെ, ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. പിന്നെയോ അവസാനം മരണവും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് എനാബിൾസ് കണ്ടിന്യൂറ്റി ഓഫ് ദി സ്പീഷീസ് അല്ലെ, തുടർച്ച അല്ലെ, ആ സ്പീഷീസിനെ ഈ ഭൂമിയിൽ നിലനിർത്താൻ സഹായിക്കുന്ന പ്രോസസ് ആണ്. പിന്നെയോ നാലാമത്തെ പോയിന്റ് നോക്കൂ, there is എന്താണ് ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദി മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ഡിഫറെന്റ് ഓർഗാനിസംസ് അല്ലെ. എല്ലാ ഓർഗാനിസവും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരേപോലെയല്ല അല്ലെ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെ ഒത്തിരി ടൈപ്സ് ഉണ്ട്, എല്ലാം ഒരുപോലെ അല്ല. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെ എന്താണ് ഡിഫറെന്റ് ഓർഗാനിസംസ് ഷോസ് ഡൈവേഴ്സിറ്റി. അടുത്ത പോയിന്റ്, ഓർഗാനിസംസ് ഹാബിറ്റാറ്റ്. എന്താണ് ഹാബിറ്റാറ്റ്? എവിടെയാണോ അത് ജീവിക്കുന്നത് അല്ലെ, ഹാബിറ്റാറ്റ്. പിന്നെ അതിന്റെ ഇന്റേണൽ ഫിസിയോളജി, പിന്നെ അതർ ഫാക്ടേഴ്സ്. ഇതെല്ലാം ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഹൗ ഇറ്റ് റീപ്രൊഡ്യൂസ്. ഒരു ഓർഗാനിസം എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനെ ഇതെല്ലാം ആശ്രയിക്കുന്നുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ട്രോപ്പിക്കൽ ലിസാർഡിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? ഇപ്പൊ മഴക്കാലമാണ് അല്ലെ, ചുറ്റും നന്നായിട്ട് മഴ പെയ്യുന്നു. ഈ മഴക്കാലം അവരുടെ റീപ്രൊഡക്ഷനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റീപ്രൊഡക്ഷൻ റേറ്റ് വളരെ കൂടുതലാണ് മഴക്കാലത്ത്. അപ്പോ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഡെഫിനിഷൻ പഠിച്ചു നമ്മൾ അല്ലെ. ഓർഗാനിസം gives rise to young ones similar to itself. പിന്നെയോ സെക്കൻഡ് പോയിന്റ്, there is a cycle of birth, growth and death. പിന്നെയോ it enables continuity of the species. പിന്നെ there is diversity in the way of reproduction, method of reproduction, different organisms habitat, internal physiology and many other factors influence how it reproduce. നമുക്ക് റീപ്രൊഡക്ഷനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ഇൻടു ടു. ഓൺ വാട്ട് ബേസിസ് അല്ലെ, എന്തടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റീപ്രൊഡക്ഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് whether there is participation of single organism or two organisms. അതായത് യൂണിപാരന്റൽ ആണോ ബൈപാരന്റൽ ആണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി റീപ്രൊഡക്ഷൻ ഈസ് ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെയാണ്? എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ യൂണിപാരന്റൽ ആണ്, ഒരു പാരന്റ് മതി അല്ലെ. യൂണിപാരന്റൽ ആണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നമുക്ക് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് എല്ലാം കാണാം, അപ്പോൾ വ്യക്തമാവും. It is uniparental. Sexual reproduction biparental ആണ്. ഓക്കെ, ഇനി ട്രൈപാരന്റൽ ആവാൻ വല്ല സാധ്യതയുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ലീഗലി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ, സൈൻ ചെയ്ത ഒരു എന്താണ് പുതിയൊരു മെത്തേഡാണ്. എന്താണെന്നറിയാമോ? മനുഷ്യന് ഒരച്ഛനും രണ്ടമ്മമാരും. ബയോളജിക്കലാണ് പറയുന്നത് കേട്ടോ. ഒരച്ഛനും രണ്ടമ്മമാരും. ഇതെങ്ങനെ സാധ്യമാവും? നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ യൂണിപാരന്റൽ ബൈപാരന്റൽ. ഇനി asexual reproduction, second point, it takes place with or without the involvement of gamete. Gamete കേട്ടിട്ടില്ലേ? മെയിൽ ഗമീറ്റ്, ഫീമെയിൽ ഗമീറ്റ്.
അപ്പൊ ഇവിടെ പറയുന്നത് വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ഓഫ് ഗമീറ്റ്. ഓക്കെ, സെക്ഷൽ അങ്ങനെയാണ്. പിന്നെ ഇതിനാ വിത്ത് ഓർ വിത്തൗട്ട് എന്ന് കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പാർത്തനോജെനിസിസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ, ഫ്യൂഷൻ ഇല്ലാതെ ഗമീറ്റ് മാത്രം ഡെവലപ്പ് ചെയ്യും. അപ്പൊ തൽക്കാലം ഇപ്പൊ ഓർത്തിരിക്കുക, ഇറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ഓർ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ഓഫ് ഗമീറ്റ്സ്. എവിടെയോ ഗമീറ്റ് ഫോർമേഷൻ ഓഫ് കോഴ്സ് അല്ലെ. ഗമീറ്റ് ഫോർമേഷൻ മാത്രമല്ല, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഫ്യൂസസ്. അപ്പൊ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ടേക്സ് പ്ലേസ്. ഓക്കെ, പിന്നെ asexual reproductionൽ there is no genetic variation. വേരിയേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. പാരന്റ്സ് എങ്ങനെയാണോ അല്ലെ, യൂണിപാരന്റൽ ആണ്, ആ പാരന്റ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. അതിന് എത്ര ഓഫ്സ്പ്രിങ്സ് ഉണ്ടായാലും ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അങ്ങനെയല്ല. ഇറ്റ് ക്രിയേറ്റ്സ് ജെനറ്റിക് വേരിയേഷൻ. ഓക്കെ, അപ്പോ ഇത്രയുമാണ് അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഫണ്ടമെന്റൽ ഡിഫറൻസസ്. നമുക്കിനി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പൊ എന്താണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ? യൂണിപാരന്റൽ ആണ് അല്ലെ. ഒരു പാരന്റ് മാത്രമേ ഉള്ളൂ, ഒരു ഓർഗാനിസം മാത്രമേ ഉള്ളൂ റീപ്രൊഡക്ഷനില്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സ്, അസെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ് എല്ലാം ആരെ പോലെ തന്നെ ഇരിക്കും, പാരന്റിനെ പോലെ തന്നെ ഇരിക്കും, വേരിയേഷൻ ഉണ്ടാവില്ല. ആ ഓഫ്സ്പ്രിങ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോൺ. അപ്പൊ എന്താണ് ക്ലോൺ? ക്ലോൺ, the offsprings produced through asexual reproduction are known as clone എന്ന് പറഞ്ഞാൽ ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഒന്നുകൂടെ വ്യക്തമായി ഡിഫൈൻ ചെയ്യണമെങ്കിൽ the offsprings produced through asexual reproduction are genetically and morphologically identical. അല്ലെ, ഒരു വ്യത്യാസമില്ല. genetically, morphologically identical and are known as clone. അല്ലെ, നിങ്ങൾ ക്ലോണിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ക്ലോണിംഗ് അല്ലെ, നമ്മളെ പോലെ തന്നെ നമ്മൾ ക്ലോൺ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ഇരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. ടിഷ്യൂ കൾച്ചർ എന്നൊക്കെ കേട്ട് കാണും അല്ലെ. ഒരു പ്ലാന്റ് അല്ലെ നല്ല ഈൽഡ് തരുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വളരെ കോമൺ ആയിട്ട് ഒരു വാഴ അല്ലെ, അതിന്ന് ടിഷ്യൂ കൾച്ചറിലൂടെ ഒരു 100 വാഴ ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം അതുപോലെ ഇരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. അതാണ് ക്ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ക്ലോൺ മോർഫോളജിക്കലി, ജെനറ്റിക്കലി ഐഡന്റിക്കൽ and are known as clone. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത പോയിന്റ്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ സാധാരണ രീതിയിൽ കൂടുതലായും കണ്ടുവരുന്നത് എവിടെയാണ്? ഇറ്റ്സ് കോമൺ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, അതായത് ലോവർ ഓർഗാനിസംസ്. അതല്ലെങ്കിൽ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് സിമ്പിൾ ഓർഗനൈസേഷൻ, എന്ന് വെച്ചാൽ ബോഡി ഓർഗനൈസേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ലോവർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. നമ്മളൊക്കെ ഏത് ഗ്രൂപ്പിലാണ്? ഹയർ ഓർഗാനിസംസ് ആണ് അല്ലെ. അപ്പൊ ലോവർ ഓർഗാനിസത്തിലാണ് കോമൺ ആയിട്ട് ഏത് കണ്ടുവരുന്നത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഏതൊക്കെ രീതിയിലാണ് ഓർഗാനിസംസ് സെക്ച്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം നമുക്ക്. ഇപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയ പ്രോട്ടിസ്റ്റ അല്ലെ, യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട് ആണ്. അതേപോലെ മൊനീറ പ്രോകാരിയോട്ട് ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തില് സെൽ ഡിവിഷൻ തന്നെ റീപ്രൊഡക്ഷൻ ആണ്. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ, ഒരു സെല്ലാണ് ഓർഗാനിസം, ആ സെല്ല് ഡിവൈഡ് ചെയ്താൽ 2 സെല്ലായിട്ട് മാറി, അത് 2 ഓർഗാനിസം ആണ്. അപ്പൊ സെൽ ഡിവിഷൻ ഇറ്റ്സെൽഫ് ഇസ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ unicellular organisms like Protista and Monera. Okay, അടുത്തത് ബൈനറി ഫിഷൻ. ഇതും സെൽ ഡിവിഷൻ തന്നെയാണ്. ബൈനറി ഫിഷൻ എന്ന് പറയാൻ കാരണം ആ സെല്ല് 2 halves ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബൈനറി 2 halves ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് 2 ഹാഫും ഡിവൈഡ് ചെയ്ത് കിട്ടിയ 2 ഹാഫും ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. ഈ ബൈനറി ഫിഷൻ ആണ് ഇവിടെ കാണുന്നത് അമീബ, പാരമീഷ്യം. അമീബ, പാരമീഷ്യം ഏത് ഗ്രൂപ്പിലാണ് വരുന്ന? അമീബയും പാരമീഷ്യവും പ്രൊട്ടിസ്റ്റയാണ്, യൂണിസെല്ലുലാർ ആണ് അല്ലെ. യെസ്. അടുത്തത് ബഡ്ഡിംഗ്. എന്താണ് ബഡ്ഡിംഗ്? അതിന്റെ ബോഡിയിൽ ഒരു ബഡ് ഡെവലപ്പ് ചെയ്യും അല്ലെ, സ്മോൾ സ്ട്രക്ചർ ബഡ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഇവൻച്വലി മെല്ലെ 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 ആ ബഡ് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. ഈ ബഡ്ഡിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഈസ്റ്റ്. ഈസ്റ്റ് അറിയാലോ, വളരെ ഫെമിലിയർ അല്ലേ അല്ലെ. ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ ബേക്കറി അല്ലെ, ബേക്കേഴ്സ് ഈസ്റ്റ്. ആൽക്കഹോൾ ഉണ്ടാക്കാൻ ബ്രീവേഴ്സ് ഈസ്റ്റ്, കേട്ടിട്ടില്ലേ? അപ്പോ ഈ ഈസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ബഡ്ഡിങ്ങിലൂടെയാണ്. ഓക്കെ. ഈസ്റ്റ് മാത്രമല്ല, ഹൈഡ്ര അല്ലെ, ഹൈഡ്ര നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രയുടെ റീപ്രൊഡക്ഷനും ഏതിലൂടെയാണ്? ബഡ്ഡിങ്ങിലൂടെയാണ്. സോ ബഡ്ഡിങ്ങിന് 2 എക്സാമ്പിൾ ആയി ഈസ്റ്റ് ഉണ്ട്, പിന്നെ ഹൈഡ്ര.
ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് സ്പോർ ഫോർമേഷൻ അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സ്പോർ ഫോർമേഷൻ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ? ഫംഗസിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്, ആൽഗയിൽ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്പോർ, സൂസ്പോർ ഉണ്ട്, അപ്ലാനോസ്പോർ ഉണ്ട്. എന്താ വ്യത്യാസം? സൂസ്പോർ എന്ന് പറഞ്ഞാല് മൊട്ടൈൽ സ്പോർ ആണ്, ഫ്ലജല്ല ഉണ്ട്. അപ്ലാനോസ്പോർ നോൺ മൊട്ടൈൽ ആണ്, അതിന് ഫ്ലജല്ല ഇല്ല. അപ്പൊ ഫ്ലജല്ല ഉള്ളതും ഫ്ലജല്ല ഇല്ലാത്തതും. ഓക്കെ, എവിടെയാണ്? ഫംഗൈ ആൻഡ് ആൽഗേ. അപ്പൊ സ്പോർ ഫോർമേഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആയിട്ട് വരുന്നത് എവിടെയാണ്? ഫംഗൈ ആൻഡ് ആൽഗേ. ഓക്കെ, പിന്നെ കൊണീഡിയ. കൊണീഡിയ എന്ന് പറഞ്ഞാൽ അത് സ്പോർ തന്നെയാണ്. ഈ സൂസ്പോർ, അപ്ലാനോസ്പോർ എൻഡോജീനസ് ആണ്, എന്ന് വെച്ചാൽ എന്താ? ഇന്റേണൽ ഒറിജിൻ ആണ്. പക്ഷേ കൊണീഡിയ എക്സോജീനസ് സ്പോർ ആണ്. മനസ്സിലായോ? പുറത്താണത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അകത്തല്ല. സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചറിന്റെ അകത്തല്ല, പുറത്താണ് എന്താണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ കൊണീഡിയ എക്സോജീനസ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? പെനസിലിയം ആണ് എക്സാമ്പിൾ. പെനസിലിയം ഈസ് അഗൈൻ ഫംഗസ് ആണ് അല്ലെ? പെനസിലിയം കേട്ടിട്ടില്ലേ? ഫസ്റ്റ് ആന്റിബയോട്ടിക് ഏതാണ്? ഡിസ്കവേർഡ് ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഏതാണ്? പെനിസിലിൻ അല്ലെ? പെനിസിലിൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ആണ്. ദാറ്റ് വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം എ ഫംഗസ്. ഏത് ഫംഗസ് ആണ്? പെനിസിലിയം. അപ്പൊ പെനിസിലിയം സാധാരണ രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? കൊണീഡിയ എക്സോജീനസ് സ്പോർ ആണ്. പോയിന്റ് കിട്ടിയില്ലേ? അടുത്തത് ജമ്മ്യൂൾ. ജമ്മ്യൂൾ എന്ന് പറയുമ്പോ അതെ നമ്മള് ബഡിങ് നേരത്തെ പറഞ്ഞില്ലേ, അത് പുറത്താണ് അല്ലേ? ബോഡി, ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്ക് പുറത്താണ് ബഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതേ ബഡ് അകത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ജമ്മ്യൂൾ എന്ന് വിളിക്കും. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ജമ്മ്യൂൾ എന്താണ്? ഇന്റേണൽ ബഡ്. ഇന്റേണൽ ബഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ജമ്മ്യൂൾ. പ്രൊഡ്യൂസ്ഡ് ബൈ സ്പോഞ്ചസ്. പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്, ഫൈലം ബോറിഫറ പഠിച്ചിട്ടില്ലേ? അപ്പൊ സ്പോഞ്ചസ് റീപ്രൊഡ്യൂസ് ചെയ്തതിലൂടെയാണ് ജമ്മ്യൂൾ. ഓക്കെ, ഇനി ജമ്മ്യൂൾ എന്ന് കേൾക്കുമ്പോ പ്ലസ് 1 പഠിച്ച എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ജമ്മ ഓർമ്മ വരുന്നുണ്ടോ? ജമ്മ അതെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എവിടെ? പ്ലാന്റിലാണ്, ലിവർ വേർട്ടിലാണ് അല്ലെ? ലിവർ വേർഡ്സിലാണ് ജമ്മ വരുന്നത്. അപ്പൊ ജമ്മ്യൂൾ, സ്പോഞ്ചസ്. അടുത്തതായിട്ട് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കാണാം. അപ്പൊ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ആദ്യം വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം, വേണ്ടേ? പ്ലാന്റ് പാർട്ടിന്, അതായത് സ്റ്റെം, ലീഫ്, റൂട്ട് ഇതല്ലേ? ഈ പ്ലാന്റ് പാർട്ടിന് നമുക്ക് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് പാർട്ട് ആൻഡ് സെക്ഷുവൽ. സെക്ഷുവലി റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഫ്ലവർ അല്ലെ? ഫ്ലവർ, സീഡ് അതൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് വരുന്നു. അതല്ലാത്ത ഭാഗത്തിനെ നമുക്ക് എന്ത് പറയാം? വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറയാം. അപ്പൊ ദ പാർട്ട് വിച്ച് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പൊ കിട്ടിയില്ലേ? വെജിറ്റേറ്റീവ് പാർട്ട് എന്താണ്? ദ പാർട്ട് വിച്ച് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പൊ പ്ലാന്റിലെ വെജിറ്റേറ്റീവ് പാർട്ട് ഏതൊക്കെയാ? റൂട്ട്, സ്റ്റെം, ലീഫ്. ഇത് മൂന്നും വെജിറ്റേറ്റീവ് പാർട്ടാണ്. ഓക്കെ, ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒന്നാമത്തെ പോയിന്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ? നമുക്ക് ഇങ്ങനെ പറയാം, ദ യൂണിറ്റ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ ഏത് സ്ട്രക്ചറിലാണോ, ഏത് പാർട്ടിലൂടെയാണോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ആ സ്ട്രക്ചറിനെ, ആ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ അല്ലേ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ is the unit of vegetative reproduction അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പൊ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈ ഒരു യൂസേജ് എവിടെയാ വരുന്നത്? ജനറലി നമ്മൾ ഹയർ പ്ലാന്റ്സിൽ asexual reproduction is generally termed as vegetative propagation. കാരണം എന്താണ്? പ്ലാന്റിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് പാർട്ടിലൂടെയാണ് അല്ലെ? സ്റ്റെം, റൂട്ട്, ലീഫ് ഇതാണല്ലോ. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എക്സാമ്പിൾ ആണ് റണ്ണർ. നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. റണ്ണർ എവിടെയാണ്? ഗ്രാസസ്, സ്ട്രോബെറി അല്ലെ? അപ്പൊ റണ്ണർ ആക്ച്വലി ഏതാണ്? സ്റ്റെം ആണോ, ലീഫ് ആണോ, റൂട്ട് ആണോ? ഏതാണ്? മോഡിഫൈഡ് സ്റ്റെം ആണ്. സ്റ്റോളൻ എവിടെയൊക്കെ? മിന്റ്, ജാസ്മിൻ
അല്ലെ? റണ്ണർ എന്ന് പറയുമ്പോൾ അത് എന്താണ്, സോയിലിൽ തന്നെയാണ് അല്ലെ റണ്ണർ, അതുകൊണ്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ സ്റ്റോളൺ അങ്ങനെയല്ല. എങ്ങനെയാണ്? ഗ്രോസ് ഏരിയലി ഫോർ സം ഡിസ്റ്റൻസ് ദെൻ ആർച്ച് ഡൗൺവേർഡ്സ്. പ്ലസ് 1 പഠിച്ചതാണ് മോർഫോളജിയിൽ അല്ലെ? അപ്പൊ മിന്റ് ജാസ്മിൻ. പിന്നെ ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് സ്റ്റെം മോഡിഫിക്കേഷൻ തന്നെയാണ്. ഓഫ്സെറ്റ് എവിടെ? പിസ്റ്റിയ ഐക്കോർണിയ അല്ലെ? അക്വാട്ടിക്, വെള്ളത്തിലാണ് ഐക്കോർണിയ. വാട്ടർ ഹയാസിന്ത്, നമുക്കത് കാണാം ഈ ചാപ്റ്ററിന്റെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഐക്കോർണിയയെ കുറിച്ച്. റൈസോം ഏതിലാണ്? സ്റ്റെം മോഡിഫിക്കേഷൻ തന്നെയാണ്. ജിഞ്ചർ ബനാന അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. സക്കർ അല്ലെ? സ്റ്റെം മോഡിഫിക്കേഷൻ തന്നെയാണ്. ആക്ച്വലി മോഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ നിന്നാണ് അല്ലെ? എന്നിട്ട് സോയിലൂടെ വളർന്നിട്ട് പിന്നെ അത് മുകളിലോട്ട് വന്നിട്ട് കൊച്ചു കൊച്ചു പ്ലാന്റ്സ് ഉണ്ടോ? ബനാന കണ്ടിട്ടില്ലേ? ഒരു വാഴയുടെ തൊട്ടടുത്ത് കൊച്ചു കൊച്ചു വാഴകൾ കണ്ടിട്ടില്ലേ? സക്കർ പ്ലാന്റ്സ് ആണ്, മോർഫോളജിയിൽ പഠിച്ചതാണ്. അപ്പൊ സക്കർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബനാന ഉണ്ട്, ക്രിസാന്തിമം ഉണ്ട്, പിന്നെ പൈനാപ്പിൾ. 3 എക്സാമ്പിൾ ഓർത്തിരിക്കുക. ട്യൂബർ നമ്മുടെ ഉരുളക്കിഴങ്ങ്, പൊട്ടേറ്റോ, ട്യൂബർ അണ്ടർഗ്രൗണ്ട് ആണ് അല്ലെ? അണ്ടർഗ്രൗണ്ട്. ബൾബ്, ഒനിയൻ, സ്റ്റെം മോഡിഫിക്കേഷൻ അല്ലെ? പിന്നെ ബൾബിൽ, ഇത് മോർഫോളജിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല, ഈ ചാപ്റ്ററിൽ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്, പ്ലസ് 1 പഠിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ബൾബിൽ എന്ന് അറിയണം വേണ്ടേ? ബൾബിൽ എന്ന് പറഞ്ഞാൽ സീ ദ ഡെഫിനിഷൻ, നോട്ട് ഡൗൺ ദ ഡെഫിനിഷൻ. എന്താണ്? സ്മോൾ ബൾബ് ലൈക്ക്. ബൾബ് എന്താണെന്ന് അറിയാം, ഒനിയനിലുള്ള മോഡിഫിക്കേഷൻ ആണ്. സ്മോൾ ബൾബ് ലൈക്ക് സ്ട്രക്ചർ സീൻ അറ്റ് ദി ആക്സിൽ ഓഫ് ലീഫ്. ലീഫിന്റെ ആക്സിലിൽ കാണുന്ന ബൾബ് പോലെയുള്ള സ്ട്രക്ചറിനെയാണ് ബൾബിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ബൾബിലൊക്കെ, ഈ അഗേവ് എന്ന് പറയുന്ന പ്ലാന്റില് ഒത്തിരി ബൾബിൽ ഉണ്ടായിട്ട് ആ ബൾബിലൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. അപ്പൊ ഓർക്കുക, ഈ കേസിലെല്ലാം അല്ലെ, ഈ കേസിലെല്ലാം ഇതിനൊക്കെ പുതിയ, ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് നിന്നൊക്കെ പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നു. ഒരു ഓർഗാനിസം മാത്രമല്ലേ ഉള്ളൂ? 2 ഓർഗാനിസം ഉണ്ടോ? ഇല്ല, എസെക്ഷൽ ആണ്. അപ്പോ തുടക്കത്തില് നമ്മളൊരു കാര്യം പിന്നീട് അല്ലെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് ഓർമ്മയില്ലേ? ഏതാണ്? ട്രൈ പാരന്റൽ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ആക്ച്വലി ഒരു ഫാദർ, മെയിൽ ഗമീറ്റ് ഉണ്ട് അല്ലെ? മെയിൽ ഗമീറ്റ്, ഫാദർ, പിന്നെ ഫീമെയിൽ ഗമീറ്റ്. ആരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മദർ. ഇതാണ് നോർമൽ ആയിട്ട് അല്ലെ? ഏതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ പാരന്റൽ ആണ് ഹ്യൂമൻ ബീങ്സിൽ, നമുക്കറിയാം. ഇവിടെ സംഭവിക്കുന്നത് ഈ മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റില്, ഈ ഫീമെയിൽ ഗമീറ്റിലൂടെയാണ് ആക്ച്വലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ മൈറ്റോകോൺട്രിയ, പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലെ? ATP ജനറേറ്റിംഗ് മൈറ്റോകോൺട്രിയ ഇല്ലേ? ഈ മൈറ്റോകോൺട്രിയ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അടുത്ത ജനറേഷനിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ത്രൂ ഫീമെയിൽ ഗമീറ്റ് ആണ്. അപ്പോ ഈ അമ്മയുടെ മൈറ്റോകോൺട്രിയയിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും, ആ മൈറ്റോകോൺട്രിയ ഹാസ് ഇറ്റ്സ് ഓൺ DNA, സ്വന്തമായിട്ട് DNA ഉള്ള ഒരു ഓർഗനലാണ് ഇത് മൈറ്റോകോൺട്രിയ. ന്യൂക്ലിയസ് കൂടാതെ, ന്യൂക്ലിയസ് ആണല്ലോ മെയിൻ ആയിട്ട് DNA ഉള്ളത്. അപ്പോ ഇതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ഡിസോർഡർ ഉണ്ടെങ്കിൽ, ആ ഡിസോർഡർ അതേപോലെ തന്നെ ഓഫ്സ്പ്രിങ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇതിനൊരു മാറ്റം, ഒരു പുതിയൊരു ടെക്നിക് ആണെന്ന് പറയാം അല്ലെ? ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ചെയ്യുന്നത് വേറെ ഒരു ഫീമെയിൽ ഗമീറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒരു ഡോണർ വേണം അല്ലെ? വേറെ ഒരു വുമൺ ഫീമെയിൽ ഗമീറ്റ് എടുത്തിട്ട് അതിന്റെ മൈറ്റോകോൺട്രിയ മാത്രം എടുക്കുന്നു. ഓക്കെ, ഒരു 3rd പേഴ്സന്റെ ഫീമെയിൽ ഗമീറ്റിൽ നിന്ന് മൈറ്റോകോൺട്രിയ മാത്രം കളക്ട് ചെയ്യുന്നു. നോർമൽ ആണെങ്കിൽ, അതായത് ഇറ്റ്സ് ഫ്രീ ഫ്രം ജനറ്റിക് ഡിസോർഡർ, ഒന്നുമില്ലാത്ത ജനറ്റിക് ഡിസോർഡർ, ഒന്നുമില്ലാത്ത ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത മൈറ്റോകോൺട്രിയ എടുക്കുന്നു. ആ മൈറ്റോകോൺട്രിയയും ഇതിന്റെ മൈറ്റോകോൺട്രിയ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുന്നു ഈ ഫീമെയിൽ ഗമീറ്റിന്റെ. അപ്പൊ ഈ ഫീമെയിൽ ഗമീറ്റിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷെ അതിന്റെ മൈറ്റോകോൺട്രിയ നശിപ്പിച്ചു കളഞ്ഞു. മൈറ്റോകോൺട്രിയ ആരുടേതാണ്? ഇതിന്റെ മൈറ്റോകോൺട്രിയയാണ്. അപ്പോ മെയിൽ ഗമീറ്റിന്റെ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്? മെയിൽ ഗമീറ്റിന്റെ ന്യൂക്ലിയസ്, ഫീമെയിൽ ഗമീറ്റിന്റെ ന്യൂക്ലിയസ്, ഇനി ഫീമെയിൽ ഗമീറ്റ് ഫ്രം 3rd പേഴ്സൺ, അതിന്റെ മൈറ്റോകോൺട്രിയ. അപ്പൊ ബയോളജിക്കലി ട്രൈ പാരന്റൽ ആയില്ലേ? അപ്പോ നമ്മൾ ഇന്നത്തെ ആ സെഷനിൽ, വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലെ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ആദ്യം റീപ്രൊഡക്ഷൻ ഒരു ഡെഫിനിഷൻ കൊടുത്തു അല്ലെ? അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു.
ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ക്ലാസിഫിക്കേഷനിലോട്ട് വന്നു. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. പിന്നെ മെത്തേഡ്സ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഏതൊക്കെ രീതിയിലാണ് ഓർഗാനിസംസ് എസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചു. ആ മെത്തേഡ് അനിമൽസിലും പഠിച്ചു, പ്ലാന്റ്സിലും പഠിച്ചു. പ്ലാന്റ്സിൽ വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് പഠിച്ചു? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന പേരിൽ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് NCERT നോക്കി വായിച്ച് പഠിച്ച് റെഡിയാവുക. ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.